നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഡെയിലി ഇപ്പോൾ എൻക്വയറീസ് വരുന്നുണ്ട്. ചേട്ടാ BSc നഴ്സിങ്ങിന് എന്താണ് അവിടുത്തെ കാര്യങ്ങൾ, എന്താണ് സ്ഥിതിഗതികൾ? ഇപ്പോൾ ഒറ്റ വാക്കി പറയണോ അതേ നീട്ടി പറയണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. BSc നഴ്സിംഗ്, ജോർജിയയിലെ BSc നഴ്സിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്കും പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് പ്ലേസ്മെൻറ്റ് തരുന്നില്ലെന്ന് ഉള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്റ്റേ ബാക്ക് ഇല്ല. ഓക്കെ, സത്യം പോലെ ഇരിക്കട്ടെ, സ്റ്റേ ബാക്ക് ഇല്ല. പക്ഷേ നിങ്ങൾ നമ്മളോട് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നമ്മൾ പ്ലേസ്മെൻറ്റ് അഷ്യൂരിറ്റി തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വേറെ ഏത് ഏജൻസി വഴി വന്നാലും നമ്മൾ നിങ്ങൾക്കുള്ള പ്ലേസ്മെൻറ്റ് അഷ്യൂരിറ്റി തരും. കാര്യം എന്താണെന്നറിയോ? കാര്യം നിങ്ങളിവിടെ വരുന്ന ഒരു സ്റ്റുഡൻ്റാണ്. നിങ്ങളെ ഈ കൊണ്ടുവരുന്ന ഏജൻസിക്കാർ പല വാഗ്ദാനങ്ങളും തരും. ഞാനിവിടെ കാണുന്ന ഒരു കാര്യമാണ് വേക്കൻസി മീൻസ് നിങ്ങളുടെ ഏജൻസിക്കാർ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ പാർട്ട് ടൈം ചെയ്ത് ഫുൾ ഫീസ് അടയ്ക്കാം. അങ്ങനത്തെ നമുക്ക് ഈ പാഴ്വാഗ്ദാനങ്ങൾ തന്നൊരു ശീലമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഈ പ്ലേസ്മെൻറ്റ് കാര്യം? പ്ലേസ്മെൻറ്റിനെ പറ്റി പറഞ്ഞുതരാം. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷം പ്ലേസ്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിക്കാനുള്ള കാരണമുണ്ട്, പറഞ്ഞുതരാം. നമ്മൾ വഴി വരുന്ന സ്റ്റുഡൻസിന്, അതുപോലെ വേറെ ഏത് ഏജൻസി വഴി വന്നാലും സ്റ്റുഡൻസിനും നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് ഫസ്റ്റ് ഇയർ തൊട്ടേ കൊടുക്കും. അത് യൂണിവേഴ്സിറ്റിക്കകത്തല്ല, പുറത്ത് നമ്മൾ വെന്യൂ എടുത്ത് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എന്തായാലും വെന്യൂ എടുക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് ഈ വെന്യൂ എടുത്ത് നിങ്ങൾക്ക് ലാംഗ്വേജ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾ തേർഡ് ഇയർ അല്ലെങ്കിൽ ഫോർത്ത് ഇയർ ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് സെം ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നടത്തും. ജോർജിയയിൽ വെച്ച് തന്നെ നമ്മുടെ ജർമ്മൻ എംപ്ലോയേഴ്സിനെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ നടത്തി ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്ത് പാസ് ഔട്ട് ആകുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു വാലിഡ് ഓഫർ ലെറ്റർ ഉണ്ടാകും. ആ ഓഫർ ലെറ്റർ മതി നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ്. സോ നിങ്ങൾക്ക് പാസ് ഔട്ടായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അനർക്കനിങ്ങിനെ അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ജർമ്മനിക്ക് പോകാം, അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് പോകാം. അതൊക്കെ ഓരോരുത്തരുടെ സ്വാഗതാർത്ഥമായുള്ള കാര്യങ്ങൾ. സോ ഞാനിതിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു കാരണവശാലും ഫേക്ക് ആയിട്ടുള്ള ഏജൻസിയുമായിട്ട് ട്രാപ്പ് ആവരുത്. കാര്യം എന്താ വെച്ചാൽ ഇത്ര എമൗണ്ട്, ലക്ഷങ്ങളുടെ എമൗണ്ട് സർവീസ് ചാർജ് കൊടുത്ത് നിങ്ങളിവിടെ വരുന്നു. അവർ നിങ്ങളെപ്പറ്റി നോക്കത്തില്ല. ദേ ഡോണ്ട് കെയർ അബൌട്ട് യു ഗൈസ്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ വന്നതിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസിനെ ഒരു പ്രബുദ്ധ ഏജൻസി, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരുടെ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ വന്ന് ഒരു സർജറി കഴിഞ്ഞ് കിടന്നു. ഒരു സർജറി ആ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് ആ ഏജൻസിക്കാർ പോലും മൈൻഡ് ചെയ്ത് പോലുമില്ല. ആലോചിക്കണം, ആ കുട്ടി വന്നിട്ട് ഒരാഴ്ച പോലും ആയില്ല. അതാണ് ഇവിടുത്തെ ഓരോ ഏജൻസിക്കാരുടെ അവസ്ഥ. സോ ഞാനും എൻ്റെ ടീമും പ്രോമിൻ ഇൻ്റർനാഷണലും ഞാനും നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി, നമ്മളിപ്പോൾ വെതർ നിങ്ങൾ ഏത് ഏജൻസി വഴി വന്നാലും നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി നമ്മളിപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇന്ത്യൻസ് ആണ്, ഓക്കെ, മലയാളീസാണ്, നമുക്ക് ആ ഒരു കൺസിഡറേഷനേ ഉള്ളൂ. നിങ്ങൾ ഏത് ഏജൻസി വഴി വന്നാലും നമ്മളെപ്പോഴും അങ്ങനെ രീതിയിൽ എടുക്കത്തുള്ളൂ. സോ ബൈ. എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഇൻബോക്സിൽ ഡ്രോപ്പ് ചെയ്യാം മെസ്സേജ്. സ്റ്റേ ട്യൂൺ. ബൈ.